ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഇന്നത്തെ രാത്രി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മഹത്വമുള്ള പിതാവേ, അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങളെ നിലനിർത്തുന്നത്, ഞങ്ങളെ ശക്തീകരിക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്, മുന്നോട്ട് ജീവിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ തരുന്നത് നാഥ അതാത് സമയങ്ങളിലങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ടാണല്ലോ. അങ്ങയുടെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നത് കൊണ്ടാണല്ലോ അപ്പാ. ഇന്നത്തെ രാത്രി അങ്ങയുടെ സന്നദ്ധി ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളോട് ഇടപെടണമേ. ഈ കേൾപ്പിച്ച വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് അറിയുന്നു, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു, ഞങ്ങളുടെ ഭാരങ്ങളെ, നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളെ അങ്ങ് അറിയുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെടണം. അങ്ങയുടെ വചനത്തിലൊന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠമേറിയ അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ചെയ്യണം. അങ്ങയുടെ നാമം മഹിമപ്പെടുത്തണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ദൈവസഭയോട് എഴുതിയിരിക്കുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. For I consider that the sufferings of this present time are not worthy comparing with the glory that will be revealed in us. Here is a man, more than he was an apostle, he was a man who has gone through different types of struggles and agonies for the service that he is rendering to the Lord. ഒരു അപ്പോസ്തലൻ എന്നതിനപ്പുറമായി കർത്താവിൻ്റെ വേലയിൽ താൻ ആയിരുന്നത് മുതൽ താൻ അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ കർത്താവിൻ്റെ കൃപ തന്നെ എത്രമാത്രം ബലപ്പെടുത്തുന്നുവെന്ന് നടത്തുന്നുവെന്ന് അനുഭവിച്ചറിയുന്ന ഒരു ദൈവദാസൻ കൂടെയായത്. അപ്പോസ്തലൻ എന്താ നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, no matter what we suffer or how long we suffer, remember it's all temporal, but a reward is waiting for you. നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, ഏത് കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്, എത്ര കാലമായി നിങ്ങൾ ആ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വിഷയമല്ല. പക്ഷെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിഫലം കാത്തിരിക്കുന്നു. ആ പ്രതിഫലവുമായി നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ കടന്നു പോകുന്ന കഷ്ടങ്ങളൊന്നും സാരമല്ല. സഹോദരങ്ങളെ, ഈ കഷ്ടതകൾ അല്ലെങ്കിൽ സഫറിങ്സ് എന്ന് പറയുന്നത് വി നോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി എക്സ്പീരിയൻസസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. പല അനുഭവങ്ങളിൽ ഒരു അനുഭവമാണ് കഷ്ടത. എന്നാൽ നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം പിടിച്ചു കുലുക്കുന്ന മറ്റൊരു അനുഭവമില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും അത് മനസ്സിലാക്കുവാൻ, ഇതിനെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സർവശക്തിയും ഉപയോഗിച്ച് ഈ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം ശ്രമിക്കും. We want to avoid it. We want to have a rescue from it. We are willing to spend anything, whether it is money or resources or strength or anything we say, we are willing to spend just for one thing. We want to avoid suffering. കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ എല്ലാ കാര്യങ്ങളും, എല്ലാ വഴികളും ആലോചിക്കും, എല്ലാ പ്രയത്നങ്ങളും ചെയ്യും. എത്ര പണം വേണമെങ്കിലും മുടക്കും, ഏത് ദേശത്തേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യും. കാരണം കഷ്ടത നമുക്ക് ഒഴിവാക്കണം.
അതിൻ്റെ മധ്യത്തിൽ അനേക ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം എവിടെ പോകുന്നു? ഞാൻ ദൈവത്തെ വിളിക്കുന്നത് കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടുവാനാണല്ലോ, പക്ഷേ ദൈവം എവിടെ? വേർ ഇസ് ഗോഡ്? വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും മറന്നുകൊണ്ടല്ല നമ്മൾ ഈ വചനം ധ്യാനിക്കാൻ പോകുന്നത്. വേദനയില്ലെന്നോ, പ്രയാസങ്ങളില്ലെന്നോ, ദുഃഖങ്ങളില്ലെന്നോ, രോഗങ്ങളില്ലെന്നോ, മരണമില്ലെന്നോ എന്നൊന്നും പറഞ്ഞ് അല്ല നമ്മൾ ഈ മെസ്സേജ് നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഇതിലേക്കാണ്, ദൈവവചനത്തിലേക്ക് നോക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കഷ്ടതയെക്കുറിച്ച് ലാഘവത്തോടെയല്ല വചനം കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത മറ്റൊരു പുസ്തകങ്ങളിലും ഇല്ലാത്ത വലിയൊരു പ്രത്യേകത എന്തെന്നറിയാമോ? കഷ്ടങ്ങൾക്ക് വലിയൊരു സ്ഥാനം ദൈവവചനം കൊടുക്കുന്നുണ്ട്. ദൈവവചനം ഒരു ഈസി റെമഡി, ഒരു പെട്ടെന്നൊരു പരിഹാരം പറയുന്നില്ല. ഹൗ ക്വിക്ക്ലി ടു ഫിക്സ് ഇറ്റ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു മറുപടി ദൈവത്തിൻ്റെ വചനം തരുന്നില്ല. പക്ഷേ ഈ കഷ്ടങ്ങളെ ജയിക്കുവാൻ, കഷ്ടങ്ങളെ കഷ്ടങ്ങളല്ലാതായി കാണുവാൻ, ഈ കഷ്ടങ്ങളെ അതിജീവിപ്പാൻ, ഈ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ഭാവിയെയോ നമ്മുടെ സാഹചര്യങ്ങളെയോ നമ്മുടെ കുടുംബത്തെയോ തകർത്ത് കളയാതിരിക്കാൻ ഉള്ള വഴികളെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തെ നമുക്ക് തരുന്നുണ്ട്. ഈ കഷ്ടങ്ങൾക്ക് കാരണങ്ങളുണ്ട് കേട്ടോ. നമുക്കറിയാം, ദൈവവചനത്തിൽ ഉടനീളം പരിശോധിച്ചാൽ ദൈവഭക്തന്മാരായിരിക്കുന്ന സങ്കീർത്തനക്കാരുടെ നിലവിളി സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവഭക്തനായിരുന്ന ഇയ്യോബ് കടന്നുപോയ ജീവിതത്തിന്റെ മധ്യത്തിൽ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ആ ദൈവദാസൻ, ആ ദൈവഭക്തൻ നിലവിളിക്കുന്ന നിലവിളി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിന്റെ പേജുകളിലേക്ക് വന്നാൽ അപ്പോസ്തലന്മാർ കടന്നുപോയ കഷ്ടതകള്, അതിനു മുമ്പ് വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിന്മേൽ അനുഭവിച്ച കഷ്ടത, ക്രൂശിന്മേൽ മാത്രമല്ല താൻ ഈ 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ താൻ കടന്നുപോയ കഷ്ടതകളൊക്കെ ദൈവവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണമേ, ഇന്ന് അനേക പ്രീച്ചേഴ്സ് ഉണ്ട്, അനേക പ്രസംഗകരുണ്ട്. അവർ പറയുന്നത് ഗോഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി സഫറിങ്സ് ആൻഡ് ഗോഡ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്. ഗോഡ് ഡസൻറ്റ് കെയർ. നമ്മൾ ഈ അനുഭവിക്കുന്ന കഷ്ടതകളിലൊന്നും ദൈവത്തിന് പങ്കില്ല. നമ്മൾ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ചൊന്നും ദൈവം കാര്യമായി കാണുന്നില്ല. അത് ദുഃഖമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ഭാരമായിക്കൊള്ളട്ടെ, വേദനകളായിക്കൊള്ളട്ടെ, പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, ഇതിനകത്തൊന്നും ദൈവത്തിന് പങ്കില്ലെന്നാണ് ചിലർ പ്രസംഗിക്കുന്നത്. കാരണം എന്നാണെന്നറിയാമോ? ദേ വോണ്ട് ടു അവോയ്ഡ് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ദെയർ ഓഡിയൻസ്. അവരെ കേൾക്കുന്നവരിൽ നിന്നൊരു ചോദ്യം അവർ രക്ഷപ്പെടണം. എന്താണെന്നറിയാമോ? ആളുകൾ ചോദിക്കരുത്, വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ. ദുഃഖം വന്നാൽ, രോഗം വന്നാൽ, ഭാരം വന്നാൽ, പ്രയാസം വന്നാൽ, they will attribute this all to the devil. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ദൈവഭക്തിയായ ഒരു മനുഷ്യയുടെ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഈ ഭാരങ്ങളോ ദുഃഖങ്ങളോ വേദനകളോ കടന്നു വരുമ്പോൾ അവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമാണ് കൊടുക്കുന്നത്. എന്താണെന്നറിയാമോ? പിശാചായതിൻ്റെ പിന്നിൽ. ഇന്ന് നമ്മൾ വലിയ ചില ആഴമേറിയ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ പോകുകയാണ്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിലൂടെയുള്ള ദൈവ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ ഡിസ്കറേജ്ഡ് ആകാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അനേക ഭക്തരുടെ വിഷയം എന്താണെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തത് കൊണ്ടാണോ പിശാചിൻ്റെ കൈകളിലേക്ക് എന്നെ ഇട്ടുകൊടുത്തിരിക്കുന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ആര്, ഏത് മാതാപിതാക്കള് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പീഡകരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും? ഉപദ്രവിക്കുന്നവരുടെ കയ്യിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുക്കുമോ? നമ്മുടെ കൺമുമ്പിലിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ കാണുവാൻ തക്കവണ്ണം ഏത് മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വർഗത്തിലെ പിതാവാം ദൈവം, ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലാത്ത കരുണയുള്ളവനായ ദൈവം, ലോകത്തിലുള്ള ഏറ്റവും നല്ലൊരു പിതാവിനെ എടുത്ത് ആ പിതാവിനേക്കാൾ മില്യൺ ടൈംസ് ബെറ്റർ ആയിരിക്കുന്ന മഹാകരുണയുള്ള ദൈവം നമ്മളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി പിശാചിന്റെ കയ്യിൽ ഇട്ടുകൊടുക്കുമെന്ന്? ഇന്നത്തെ രാത്രി ദൈവവചനത്തിന് ചില ആഴങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്.
ഹല്ലേലൂയ. കഷ്ടതകളുടെ പിന്നിൽ ഉള്ള പദ്ധതികൾ. എന്തുകൊണ്ടാണ് കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ ഇന്നത്തെ രാത്രികാലം ഒന്ന് ശാന്തമായി ചിന്തിക്കുക. ചില ഫിലോസഫേഴ്സ്, ചില താത്വികർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇഫ് God is a true God, He is a loving God, He is a compassionate God, why in the world He would allow sufferings and pains in the lives of His people? ദൈവം നല്ലവനാണെങ്കിൽ, ദൈവം കരുണയുള്ളവനാണെങ്കിൽ, ഈ വചനത്തിലൊക്കെ പറയുന്നത് പോലെ, ഈ പാട്ടുകാർ പാടുന്നത് പോലെ, ഈ പ്രസംഗകരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ മഹാകരുണയും ദയവുമുള്ള ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അനർത്ഥങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സാധുക്കൾ വേദനയിൽ കിടന്ന് പൊളയുന്നത്? എന്തുകൊണ്ടാണ് മാരക രോഗങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് വരുന്നത്? മനസ്സിലായി? അപ്പൊ ഒരു വഴിയിൽ പ്രസംഗകര് ദൈവത്തെ മാറ്റി നിർത്തിയ when some unpleasant things, സന്തോഷമില്ലാത്ത ചില കാര്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പ്രസംഗകര് ചെയ്യുന്ന എന്താണെന്നറിയാമോ? ദൈവത്തെ മാറ്റി നിർത്തുക. ദൈവത്തിന് ഇതിനകത്ത് ഒരു പങ്കുമില്ല, പിശാചാ ചെയ്യുന്നത്. ഈ പറഞ്ഞ താത്വികര്, ലോകചിന്തകര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം നല്ലവനാണെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം ദൈവമില്ല. ദൈവമില്ല. അപ്പൊ ഈ രണ്ട് വഴിയിലൂടെയും ദൈവത്തെ അവർ മാറ്റി നിർത്തുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? പുതിയ നിയമമായിക്കൊള്ളട്ടെ, പഴയ നിയമമായിക്കൊള്ളട്ടെ, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പഴയ നിയമത്തിൻ്റെ പേജുകളിലേക്ക് നോക്കി ഇസ്രയേലിൻ്റെ ചരിത്രം ഒന്നെടുത്ത് നോക്കാം. ഇസ്രയേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അവർ കടന്നുപോയ കഷ്ടതകളുടെ വഴികൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. അല്ലേ? അവർ അടിമത്തത്തിൽ കഴിഞ്ഞത്, മിസ്രൈമിലെ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞത്, ഈജിപ്തിൽ അവരായിട്ട് പീഡിപ്പിച്ചത്, അവർ കടന്നുപോയ വഴികൾ, അവരെ ഈജിപ്തിൽ നിന്ന് ദൈവം വിടുവിച്ചത്, അവർ മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ അവർ അനുഭവിച്ച കാര്യങ്ങൾ, രാജാക്കന്മാരാലും മറ്റ് ജാതികളാലും അവർ ആക്രമിക്കപ്പെട്ടത്, ഇതൊക്കെ ഒന്ന് നോക്കിക്കേ. അവരുടെ ജീവിതത്തിൽ കഷ്ടതയില്ലായിരുന്നോ? അവിടെ എന്തായിരുന്നു ദൈവത്തിൻ്റെ റോള്? കഷ്ടതകളുടെ നടുവിൽ അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് തൻ്റെ വാസസ്ഥലത്ത് നിന്ന് കേട്ട് അവരെ കർത്താവ് അനവധി സന്ദർഭങ്ങളിൽ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമുക്ക് മനസ്സിലാകുന്നത് കർത്താവ് ഉണ്ടെന്നാണ്. യഹോവയായ ദൈവം നമ്മുടെ വേദനകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണെന്നുള്ളതാണ്. വേദന കണ്ട് മാറി നിൽക്കുന്നവനല്ല ദൈവമെന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ വിടുവിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്നേ. വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് കർത്താവിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഹീസ് ഐഡന്റിഫൈഡ് ആസ് എ സഫറിംഗ് സെർവന്റ് അക്വന്റഡ് വിത്ത് ഗ്രീഫ് എന്ന യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് മിശിഹ വരുമ്പോൾ മിശിഹ എങ്ങനെയുള്ളവനാണെന്ന്, യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്, യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചത് എന്താണെന്നാണ് 53-ാമത്തെ യെശയ്യാവിൻ്റെ 53-ാമത്തെ അധ്യായം പറയുന്നത്. സഫറിംഗ് സെർവന്റ്, കഷ്ടപ്പെടുന്ന ദാസൻ എന്ന് പറഞ്ഞാണ് മിശിഹായെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 1-2 വാക്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാകും. 3-4 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറക്കിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. ഒന്ന് ചിന്തിച്ച സഹോദരങ്ങളെ, തൻ്റെ സ്വന്തം പുത്രനെ മനുഷ്യരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ പേജുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ അപ്പോസ്തലന്മാരെ മനുഷ്യരുടെ കയ്യിൽ ഇട്ടുകൊടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, when I say that God is sovereign, ദൈവം സകലത്തിൻ്റെയും പരമാധി, ശ്രദ്ധിച്ച് കേൾക്കണമേ, ദൈവം സകലത്തിൻ്റെയും പരമാധികാരിയാണെന്ന് നീ പറയുന്നു എങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിലുള്ള സകലതും ദൈവത്തിൻ്റെ അറിവോടുകൂടെയാണ് സംഭവിക്കുന്നതെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, if you say that God is sovereign over everything in this world, in this planet, in this universe, when you say that even one hair when it falls, God knows it, നമ്മുടെ തലയിൽ നിന്നൊരു മുടി താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് ദൈവം അറിയുന്നു എന്നുള്ള തിരുവചനം നീ വിശ്വസിക്കുന്നുവെങ്കിൽ, if you think that God is sovereign over your illness, if he is sovereign over your pain,
if he is sovereign over your sufferings, if he is sovereign over every situations and afflictions that you go through, then you have to believe one thing. When it happens to you, God has a purpose behind it. ശ്രദ്ധിച്ചു കേൾക്കണമേ. നിനക്കുണ്ടാകുന്ന രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് അവനെങ്കിൽ, നിന്റെ ബുദ്ധിമുട്ടുകൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മേൽ അധികാരമുള്ളവനാണ് അവനെങ്കിൽ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് അവനെങ്കിൽ, കഷ്ടതകളുടെ മേൽ അധികാരമുള്ളവനാണ് അവനെങ്കിൽ, ഈ ലോകത്തിൽ സംഭവിക്കുന്ന സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ് സർവശക്തനായ പരമാധികാരിയായ ദൈവമെങ്കിൽ, സഹോദര സഹോദരി, നീയും ഞാനും ഇത് വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അവൻ അനുവദിക്കുന്നുവെങ്കിൽ. ഇന്ന് രാത്രി നമ്മളത് മറന്നു പോകുവാൻ്റെ കോണം ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മുടെ ലിമിറ്റഡ് വിസ്ഡം കൊണ്ട്, നമ്മുടെ ലിമിറ്റഡ് നോളജ് കൊണ്ട്, നമ്മൾ വെരി ഷോർട്ട് സൈറ്റഡ് ആസ് ഫാർ ആസ് ദി സ്പിരിച്വാലിറ്റി ഈസ് കൺസേൺ, ആത്മീയതയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ വളരെ ഷോർട്ട് സൈറ്റഡ് ആണ്. ദൂരെയുള്ള കാര്യങ്ങൾ, ദൂരെ വ്യാപകമായ കാര്യങ്ങൾ നമുക്ക് കാണുവാനോ അറിയുവാനോ ഗ്രഹിക്കുവാനോ അതൊക്കെ ഒന്നും കഴിയുകയില്ല. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ തന്നെ പലതും നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. കഴിയുമോ? നമ്മുടെ കയ്യിൽ പഠിക്കുവാൻ തന്നിരിക്കുന്ന ഒരു പുസ്തകം പഠിക്കുവാനുള്ള ബുദ്ധി നമുക്കില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ എത്രമാത്രം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത്, ദിവസങ്ങൾ സ്പെൻഡ് ചെയ്താണ് ഒരു പുസ്തകത്തിന്റെ താള് പഠിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന അനേക കാര്യങ്ങൾ, കണ്ണിന്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളുടെ കാരണമോ അതിന്റെ പരിണിത കോൺസിക്വൻസസോ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാത്ത കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ തരും? ചിന്തിച്ചു നോക്കിയേ. ബിക്കോസ് വി ആർ സോ ലിമിറ്റഡ് ഇൻ അവർ അണ്ടർസ്റ്റാൻഡിങ്, വി ആർ സോ ലിമിറ്റഡ് ഇൻ അവർ വിസ്ഡം. ദൈവത്തിന്റെ വിസ്ഡം എന്ന് പറയുന്നത് പരമാധികാരിയായ, സോവറിൻ ആയിരിക്കുന്ന, ഒംനീഷ്യന്റ് ആയിരിക്കുന്ന, ഓൾമൈറ്റി ആയിരിക്കുന്ന, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും പരമാധികാരിയുമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വിസ്ഡം, അവിടുത്തെ നോളജ്, അവിടുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവിടുത്തെ പദ്ധതികൾ. ഹല്ലേലൂയ. ഈ ഒരു കപ്പിന്റെ മാത്രം വലിപ്പമുള്ള ബുദ്ധിയുള്ള നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? ദൈവത്തിന്റെ വിസ്ഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഓഷ്യൻ. കടലുകളെക്കാൾ വലുതായിരിക്കുന്ന ദൈവത്തിന്റെ വിസ്ഡം, ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. ഒരു കപ്പ് കൊണ്ട് പോലും കപ്പിന്റെ അത്രയും പോലും വലുപ്പമില്ലാത്ത നമ്മുടെ ബുദ്ധി കൊണ്ട് എങ്ങനെ അളക്കാൻ പറ്റും? ഇന്ന് രാത്രി നമ്മൾ അത് ചിന്തിക്കണമേ സഹോദരങ്ങളെ. നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ക്രിസ്തീയ വിശ്വാസം ഒരു വേദനയിൽ കൊണ്ട് ഒതുങ്ങുന്നതല്ല. ഹല്ലേലൂയ. വേദന കൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസം ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ വേദന കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ ആ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുവാൻ നമുക്ക് പറ്റത്തില്ല. നാം അതിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തീയ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ സഹോദര സഹോദരി? Even if we walk through the valley of the shadow of death, he will be with you, he shall be with you. മരണത്തിന്റെ താഴ്വരയിലൂടെ നീ കടന്നു പോയാലും, ഹല്ലേലൂയ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. അവന്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നീ കടന്നു പോകുന്ന വഴിയുടെ മധ്യത്തിൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ ചില പ്രവൃത്തികൾ നിന്നിൽ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വചനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സഫറിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ കഷ്ടതകളെ കുറിച്ച് അങ്ങ് പറഞ്ഞിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങൾ ഇന്നത്തെ രാത്രി കഷ്ടതകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങളിലായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന അനുഭവത്തിലായിക്കൊള്ളട്ടെ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ശക്തീകരിക്കുവാൻ മാത്രമല്ല, ഞങ്ങൾ ബലപ്പെടുവാൻ കോണം അങ്ങയുടെ വചനത്തിൽ അങ്ങ് കഷ്ടതകളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഇന്നത്തെ രാത്രിയിൽ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് മോഡേൺ ചർച്ചസ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കഷ്ടതകളില്ലെന്നാ. നീ ദൈവ പൈതലായി തീർന്നാൽ, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ, ഒരു യഥാർത്ഥ ദൈവ പൈതലായാൽ നിനക്ക് വേദനയില്ലെന്ന്, എപ്പോഴും സന്തോഷിച്ച് നടക്കണമെന്ന, എപ്പോഴും സന്തോഷിക്കുമെന്ന. അത് ഈ അടുത്ത സമയത്ത് ഒരു 50 വർഷത്തിനകത്തുള്ള ടീച്ചിങ്ങാ. ഹല്ലേലൂയ. അത് പഴയ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അനേക ദുരുപദേശങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും ഇങ്ങനത്തെ ഉപദേശമില്ല. ചിന്തിക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായിക്കോട്ടെ, യേശു കർത്താവ് പഠിപ്പിച്ചതായിക്കോട്ടെ, പ്രത്യേകിച്ച് റോമാലേഖനം പഠിച്ചു നോക്കിയേ, യാക്കോബിന്റെ ലേഖനം പഠിച്ചു നോക്കിയേ, പത്രോസിന്റെ ലേഖനം നോക്കിയേ, അവിടെയൊക്കെയും കഷ്ടതകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, ദൈവജനം കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടവരാണെന്നും
വിവിധ വിഷയങ്ങളാൽ കഷ്ടത അനുഭവിക്കേണ്ടവരാണെങ്കിൽ ആ കഷ്ടതയ്ക്ക് അവർക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നോ, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ തളർന്നു പോകരുതെന്നും, ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെന്നും, ഈ വിഷയങ്ങളൊക്കെ എത്ര വ്യക്തമായിട്ടാണെന്നറിയാമോ ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. ദൈവസഭ അത് പഠിപ്പിക്കണം ദൈവജനത്തെ. കാരണം അല്ലെങ്കിൽ ദൈവജനം തളർന്നു പോകും. കഷ്ടതയ്ക്കൊക്കെ അറുതിയുണ്ടെന്നും പറഞ്ഞ് ഒരാളെ വിളിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരിക എന്ന് വെച്ചു. യേശു കർത്താവ് തന്നെ സൗഖ്യമാക്കുമെന്നും പറഞ്ഞ് കർത്താവിനോട് ചോദിക്കാതെ ഒരാളെ നമ്മൾ വാഗ്ദത്തം കൊടുത്ത് കൊണ്ടുവരിക. എന്താ വെച്ചാൽ നമ്മുടെ ആളിനെ കൂട്ടാൻ വേണ്ടി. അവർ വരുന്നവരെ 1 മാസം നിന്നു, 2 മാസം നിന്നു, 3 മാസം നിന്നു. രോഗം കൂടുന്നതല്ലാതെ രോഗം കുറയുന്നില്ല. നിങ്ങൾക്കറിയാമോ, ആ വന്നവർ മൂലം ദൈവസഭയ്ക്കകത്തുള്ള വേറെ 4-5 പേരൂടെ പോകും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിങ്കലേക്ക് വരുന്നത് രോഗത്തെ മാറ്റുവാനോ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ മാറ്റാനോ ഒന്നും ആയിരിക്കരുത്. നമ്മൾ കർത്താവിങ്കലേക്ക് വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, കർത്താവ് എന്തിനു വേണ്ടി വന്നു അതിനു വേണ്ടി വരണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ രോഗങ്ങളെ മാറ്റാനും ബുദ്ധിമുട്ടുകളെ മാറ്റാനുമല്ല. മുമ്പേ വായിച്ച് രോഗം ശീലിച്ചവനായി അവൻ ഇരുന്നു എന്നാണ് വായിച്ചിരിക്കുന്നത്. കർത്താവിന്റെ അപ്പോസ്തലന്മാരിലേക്ക് നോക്കിയ, പത്രോസിലേക്ക് നോക്ക്, പൗലോസിലേക്ക് നോക്ക്. ദൈവവചനത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൊക്കെ ശൂലത്തെക്കുറിച്ച്, താൻ അനുഭവിക്കുന്ന ഒരു കഷ്ടതയെക്കുറിച്ച് പൗലോസ് തന്നെ പറയുന്നു. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ തന്റെ കണ്ണിനുള്ള ഒരു രോഗത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഏതൊരു രോഗത്തിനും ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യം തരുവാൻ കൊണ്ട് യേശു കർത്താവിന് കഴിയും. ജീവിതത്തിലെ ഏത് വിഷയങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരൊറ്റ നിമിഷം കൊണ്ട് തരുവാൻ കർത്താവിന് കഴിയും. അവൻ സർവശക്തനായ കർത്താവാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മരിച്ച ലാസറിനെ നമുക്കറിയാം. 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ വന്ന് കർത്താവ് ഉയർപ്പിച്ചു. പിന്നെ ലാസർ മരിച്ചില്ലയോ? ഇപ്പൊ ലാസർ എവിടെ പോയി? ഇപ്പൊ ജീവിച്ചിരിക്കുകയാണോ ലാസർ? അല്ല. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു രോഗം നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ കാരണം നമ്മൾ അങ്ങനെ ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗത്തിനുള്ള സൗഖ്യം വലിയൊരു വിഷയമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗത്തിന്റെ സൗഖ്യം ദൈവത്തിന് വലിയ വിഷയമല്ല, നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനെന്നറിയാമോ? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 1:21 പറഞ്ഞ എന്താണെന്നറിയാമോ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കെ കൊണ്ട് അവന് യേശുവെന്ന് വിളിക്കണം, പേർ വിളിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയ പാപത്തിൽ നിന്ന്, മനുഷ്യന്റെ സകല കഷ്ടങ്ങൾക്കും കാരണമായിരിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ്, അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി തങ്ങളുടെ പാപത്തിന്റെ ഭാരകൂമ്പാരവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഉറങ്ങുവാൻ സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ആ തകർച്ചയുടെ അനുഭവത്തിൽ, നിരാശയുടെ അനുഭവത്തിൽ, ദുഃഖത്തിന്റെ അനുഭവത്തിൽ, വേദനകളുടെ അനുഭവത്തിൽ യേശുവിങ്കലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ 1 മാസം കാത്തിരിക്കേണ്ട കാര്യമില്ല. വരുന്ന നിമിഷം തന്നെ വിശ്വാസത്തോടെയാണ് അവൻ വരുന്നതെങ്കിൽ ഹല്ലേലൂയ, ആ നിമിഷം തന്നെ അവൻ മടങ്ങിപ്പോകുന്നത് സ്വസ്ഥതയോടുകൂടിയായിരിക്കും. കാരണം അത് കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്, ഈ സഫറിങ് എന്ന് പറയുന്നത് ദൈവവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, എല്ലാ കഷ്ടതകളും ഒന്നല്ല. കഷ്ടതകൾ പലതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൽ ഏത് കഷ്ടതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. All sufferings are not same. You and I need to understand the differences between different sufferings. Otherwise the problem is that we will be confused. ദൈവ പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളെ തന്നെ കുറ്റം പതിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഡിസ്കറേജ്ഡായി പോയി. മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് നമ്മുടെ വിശ്വാസം പതറിപ്പോകും. ഹല്ലേലൂയ. നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കുവാൻ തുടങ്ങും, ഈസ് there something wrong with me? എന്നിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ? അവർ പ്രസംഗിക്കുന്നു കർത്താവിനെ പിൻഗമിക്കുന്നവർക്ക് രോഗം വരത്തില്ലെന്ന്. പക്ഷെ ഞാൻ എത്രയോ വർഷമായി വിശ്വസ്തയോടെ കർത്താവിന്റെ പിന്നാലെ പോകുന്നു, എൻ്റെ രോഗം മാറിയിട്ട് എനിക്ക് സമയമില്ല. അപ്പൊ ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് വ്യക്തമായി ദൈവവചനം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കഷ്ടതകളെയും കൂടെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ നോക്കിയാൽ 2 തരത്തിലുള്ള കഷ്ടതകളേ ഉള്ളൂ. ഹല്ലേലൂയ. 2 തരത്തിലുള്ള കഷ്ടതകളുണ്ട്. ഈ 2 തരത്തിലുള്ള കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കഷ്ടത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവ് കൊണ്ടോ നമ്മുടെ കുറ്റം കൊണ്ടോ വന്ന കഷ്ടതയല്ല. ആ കഷ്ടത കടന്നു വന്നത് പാപത്തിൻ്റെ ഫലമാണ്. പാപം എന്ന് ഈ ഭൂമിയിലേക്ക് വന്നുവോ കഷ്ടത അവിടെ തുടങ്ങി. ആ കഷ്ടതകളിലൂടെ രോഗം വന്നു, ആ കഷ്ടതകളിലൂടെ ദുഃഖങ്ങൾ വന്നു,
ആ കഷ്ടതകളുടെ നിരാശ വന്നു, ആ കഷ്ടതയിലൂടെ ആങ്സൈറ്റി വന്നു, ആ കഷ്ടതയിലൂടെയാണ് വീക്ക് ഹെൽത്ത് വരുന്നത്, ആ കഷ്ടതയിലൂടെയാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ ഡീക്കേയും വന്നത്. ഡീക്കേ എന്ന് പറഞ്ഞാൽ ശോഷണത്തിൻ്റെ അനുഭവം. ഇതൊക്കെ വന്നത് പാപത്തിൽ നിന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്വൻഷ്യൽ സഫറിങ്, അതായത് കോൺസിക്വൻസസ്, പരിണിത ഫലം മൂലം ഉണ്ടായ കഷ്ടത. ഏതിൻ്റെ പരിണിത ഫലം മൂലം? പാപത്തിൻ്റെ പരിണിത ഫലം. അപ്പോൾ ഒന്നാമത്തെ കഷ്ടത എന്ന് പറയുന്നത് പാപത്തിൻ്റെ പരിണിത ഫലം മൂലമുണ്ടായ കഷ്ടത. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഫോളൻ വേൾഡിലാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ഉണ്ടാക്കിയ ഒരു ഭൂമി ഉണ്ടായിരുന്നു. അവിടെ രോഗമില്ല, ദുഃഖമില്ല, ഭാരമില്ല. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 1-2 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രോഗത്തെക്കുറിച്ചോ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. എന്നാൽ 3-ാമത്തെ അധ്യായത്തിലാണ് പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതായിട്ട് നമ്മൾ കാണുന്നത്. പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം സംഭവിച്ചതെന്നറിയാമോ? ആദമും ഔവയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി. ആദവും ഔവയും ദൈവത്തിൽ നിന്നകന്നു, ആദവും ഔവയും പരസ്പരമാകുന്നു. ആദ്യമേ പാപം കടന്നു വരികയാണ്. അവരുടെ ബന്ധങ്ങൾ പോയി, അവരുടെ സ്വസ്ഥത പോയി, അവരുടെ സന്തോഷം പോയി, അവരുടെ സംരക്ഷണം പോയി, അവരുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നു. ഇതെല്ലാം ആ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പാപം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ. സോ റിമെമ്പർ മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. അതാ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈച്ചസ് സഫറിങ് എന്ന് പറഞ്ഞാൽ നീതിമാന്മാരുടെ വേദന, നീതിമാന്മാരുടെ കഷ്ടത. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ടത. ഞാൻ കടന്നു പോകുന്ന കഷ്ടത ഇതിലേതല്ല. ഒന്നാമത്തെ കഷ്ടതയാണോ രണ്ടാമത്തെ കഷ്ടതയാണോ? കാരണം ഒന്നാമത്തെ കഷ്ടതയായാലും രണ്ടാമത്തെ കഷ്ടതയായാലും മുമ്പേ നമ്മൾ വായിച്ച് റോമാലേഖനം 8:18 നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല. ഇതൊന്നിലായാലും ഇതിൽ രണ്ടിലായാലും, വെദർ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഓർ ദ സെക്കൻഡ് വൺ, ഡസൻറ്റ് മാറ്റർ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. പക്ഷേ ഇത് രണ്ടും തിരിച്ചറിയുന്ന വ്യത്യാസം എന്താണെന്നറിയാമോ? നാം പാപം മൂലമുള്ള കഷ്ടതയിലാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും ആ പാപത്തിൽ ഉണ്ടെങ്കിൽ, പാപം 2 രീതിയിലുള്ളതുണ്ട്, അത് നമുക്ക് പഠിക്കാം, അപ്പോഴത് മനസ്സിലാകും. അതിനകത്ത് നമ്മുടെ ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ നമുക്കത് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മാറി വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നമുക്ക് വിടുതൽ കിട്ടും. എന്നാൽ രണ്ടാമത്തെ കഷ്ടത റൈച്ചസ് സഫറിങ്, അല്ലെങ്കിൽ നീതിമാന്മാരുടെ കഷ്ടത, നീതിമാരനുഭവിക്കുന്ന കഷ്ടതയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഷ്ടതയാണ്. അതിനൊരു പ്രത്യേക പ്രതിഫലമുണ്ട്, അതിനൊരു കോളിംഗ് ഉണ്ട്. എനിക്ക് കഷ്ടത വേണ്ട എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു നീതിമാൻ പറയുകയാണെങ്കിൽ ആ നീതിമാന് ഫ്രീ ആയിട്ട് കഷ്ടത വേണ്ടെന്ന് വെക്കാം, നീതിമാൻ അല്ലാതായി ജീവിക്കാം, ദൈവത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കാം. അപ്പോൾ ഈ 2 വിഷയങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അനേകർക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരു വിഷയമാണ്. കഷ്ടത ദൈവത്തിൽ നിന്നാണോ? കഷ്ടത എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? പിശാചാണോ കഷ്ടതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് പിശാചിനെ ജയിക്കാൻ പറ്റുന്നത് കഷ്ടത? അതോ ഞാൻ ഈ വഴിയിലൂടെ പോയേ മതിയാവുമോ? ഇതിനൊരു പരിഹാരമില്ലേ? അല്ലെങ്കിൽ എന്നുവരെ ഞാൻ പോകണം? ഒത്തിരി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തൃപ്തിയോടുകൂടെ നമുക്കൊരു മറുപടിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് വിഷയങ്ങൾക്ക് മറുപടി കിട്ടും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസിക്വൻഷ്യൽ സഫറിങ്. ഈ ലോകത്തിലുള്ള സകല കഷ്ടതകളെയും രണ്ടായിട്ട് തിരിക്കുമ്പോൾ ആ 2 കഷ്ടതകൾ ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ലോകത്തിലുള്ള സകല കഷ്ടതകളും ഈ 2-ൽ ഒന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് കോൺസിക്വൻഷ്യൽ സഫറിങ്, അതായത് പരിണിത ഫലം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ കഷ്ടത. This is due to sin and its consequences and our bad choices or ignorance. നാം തെറ്റായി എടുക്കുന്ന തീരുമാനങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോറൻസ്, അറിവില്ലാതെ, നമുക്കറിയാമല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് പ്ലഗിനകത്ത് ഓണായി കിടക്കുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിക് പ്ലഗിനകത്ത് കൊണ്ട് കൈയിട്ട് കഴിഞ്ഞാൽ വലിയൊരു അപകടമാണ് സംഭവിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കും. കാരണം എന്താ? അറിവില്ലായ്മയിൽ കൊണ്ട് കൈയിട്ടത്.
അതുപോലെ നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയ്ക്കായിട്ട് പോകും. അതിന് നമുക്ക് ദൈവജ്ഞാനം തന്നിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ നമ്മുടെ ബാഡ് ചോയ്സസ്, നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ബുദ്ധിയില്ലാതെ ബുദ്ധിപൂർവം അല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രാർത്ഥിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, താൽക്കാലിക ലാഭം നോക്കിയെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെ ചിലപ്പോൾ ചില കഷ്ടതകളിലേക്ക് നമ്മളെ നയിച്ചെന്നിരിക്കും, ചില അപകടങ്ങളിലേക്ക് നമ്മളെ നയിച്ചെന്നിരിക്കും. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, എൻ്റെ കഷ്ടത്തിൻ്റെ കാരണം എവിടെയാണ്. ആ കഷ്ടത്തിൻ്റെ കാരണം ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ പാപം മൂലം നമ്മളിലേക്ക് കടന്നു വരുന്ന കഷ്ടതയാണ് ഈ ഒന്നാമത്തെ കഷ്ടത. അപ്പോൾ നമ്മൾ ആദിയിലേക്കൊന്ന് പോകണം. പാപം എവിടെയാണ് തുടങ്ങിയതെന്ന് ദൈവവചനം പറയുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പാപത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നോക്കിയാലും പാപത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ പിശാചിനെ കാണുന്നു, സാത്താനെ കാണുന്നു. സാത്താൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാം പിന്നെ കോലാഹലമായി തീർന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? സാത്താൻ പ്രത്യക്ഷപ്പെട്ടതല്ല വിഷയം. സാത്താൻ ഹൗവയുടെ അടുക്കലേക്ക് കടന്നു വന്നതല്ല വിഷയം. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞു, സാത്താൻ വന്ന് വേറൊരു കാര്യം പറഞ്ഞു. ഹൗവ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നും അതാ സംഭവിക്കുന്നത്. ദൈവം ഒരു കാര്യം നമ്മളോട് സംസാരിക്കുന്നു, പിശാച് മറ്റൊരു കാര്യമല്ല, ലോകം മറ്റൊരു കാര്യം നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ ദൈവം പറയുന്നത് കേൾക്കാതെ ഈ ലോകം പറയുന്നത്, നമ്മുടെ കൂട്ടുകാർ പറയുന്നത്, പിശാച് പറയുന്നത് കേൾക്കുന്നു എങ്കിൽ ഈ അനർത്ഥം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പാപം തുടങ്ങിയത് എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാൻ പോവുകയാണ്. എവിടെയാണ് ഈ ദുഃഖം തുടങ്ങിയത്? എവിടെയാണ് ഈ വേദന തുടങ്ങിയത്? അവിടെയാ ഈ സംഭവം ആരംഭിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? സ്ത്രീയോട് ദൈവം കൽപ്പിച്ചത്, ഞാൻ നിനക്ക്, ഐ എം റീഡിംഗ് ഫ്രം ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 16 to 19. സ്ത്രീയോട്, ഞാൻ മലയാളത്തിൽ വായിച്ചു പോവുക, കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിൾ നോക്കാം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. ശ്രദ്ധിച്ചേ, കഷ്ടമെന്നുള്ള വാക്ക് വരികയും ആദ്യമായിട്ട് ഇവിടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ഷീ മേഡ് എ റോങ് ചോയ്സ്. റാദർ ദാൻ ലിസണിങ് ടു ഗാഡ്, റാദർ ദാൻ ഫോളോയിങ് ഗാഡ്, ഷീ ഫോളോഡ് ഡെവിൾ. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ഒരു വിഷയമില്ല. എത്ര സുരക്ഷിതരായിരുന്നവർ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം പ്രവർത്തിച്ചു. അവരോടുകൂടി ദൈവം വരുന്നു. ആ ഏദൻ തോട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം അവിടെ ഉണ്ട്. ഒരു ഉപദ്രവവും അവർക്കില്ല. ദൈവം അവരുടെ സംരക്ഷകന്, അവരുടെ പ്രൊട്ടക്ഷന് ദൈവമാണ്. ദൈവം ഇറങ്ങി വരും അവരുടെ കൂടെ നടക്കാൻ. ദൈവം അവരോടുകൂടെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം, സകല ജാതികളെയും വാഴുവാൻ തക്കവണ്ണം അധികാരം കൊടുത്തവരെ ആക്കിയതാ. പക്ഷേ they deliberately chose another way of darkness. കർത്താവ് അതിന് കൊടുത്തതാ. ദൈവം അതിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയാമോ? ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. വേദന വന്നവിടെ, കഷ്ടത വന്നു, വേദന വന്നു. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. നിന്റെ ആഗ്രഹം ദൈവത്തോട് പോലും ആകത്തില്ല. നിന്റെ ആഗ്രഹം മറ്റൊന്നിനോട് മാത്രമല്ല, നിന്റെ ഭർത്താവിനോടാകും. അതിൻ്റെ അർത്ഥം എന്തോ? നമ്മളിപ്പോൾ പറയാമെന്ന് വെച്ചോ, സഹോദരിമാർ പറഞ്ഞത് എൻ്റെ ആഗ്രഹമൊന്നും എൻ്റെ ഭർത്താവിനോടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ഡിവോഴ്സൊക്കെ സംഭവിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യമായ ദൈവ സാന്നിധ്യത്തെക്കാൾ അധികം താൽക്കാലികമായ നിൻ്റെ ജഡസുഖത്തിന് നീ പ്രാധാന്യം കൊടുക്കും. അതാതിൻ്റെ അർത്ഥം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്. മനുഷ്യനോട് ദൈവം കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ശാപം കടന്നു വന്നു, കഷ്ടത കടന്നു വന്നു, വേദന കടന്നു വന്നു, ശാപം കടന്നു വന്നു. എവിടെ? ഈ ഭൂമിയിൽ. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. കഷ്ടതയോടെ നിന്റെ ആയുഷ്കാലം മുഴുവനും നീ ജീവിക്കും. നോക്കിയേ, കഷ്ടത വന്ന കണ്ടു. It is a fallen world. You can't blame God for this. We can blame only Adam.
We can blame only our father. Who is the father? Adam. Who is the mother? Eve. അവർ കൊണ്ടുവന്നതാ. അപ്പനും അമ്മയും വരുത്തിയ തെറ്റാണ് മക്കളിലേക്ക് വന്നത്. ദൈവം ഇവിടെ ഉത്തരവാദിയല്ല. പക്ഷെ ദൈവം അതിന് വലിയ പരിഹാരം ചെയ്ത് എന്തിനെന്നറിയാമോ? തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം. ആരെങ്കിലും ദൈവം തുറന്ന ആ വഴിയിലേക്ക്, ഞാൻ ഇവിടെ അടുത്ത വാക്യങ്ങളിൽ വരുമ്പോൾ ഞാനത് പഠിപ്പിക്കാം. സഹോദരന്മാരെ, ദൈവം ഇവിടെ മനുഷ്യനെ കൈവിടുകയല്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് യഹോവയായ ദൈവം മനുഷ്യനോട്, അല്ലെങ്കിൽ ആദമിനോട് ഹവ്വയോടും പറഞ്ഞു, ഈ സർപ്പത്തിന്റെ തല തകർക്കുവാൻ തക്കവണ്ണം ഒരു സന്തതി വരും നിനക്ക്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇപ്പോഴും, പിന്നീട് അത് സമയം കിട്ടുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ഈ ഭൂമിയിൽ നിന്ന്. നീ ഇപ്പൊ കാണുന്ന ഈ മനോഹരമായ ഭൂമി ഉണ്ടല്ലോ, ഫലവൃക്ഷങ്ങളുണ്ടല്ലോ, പൂക്കൾ മാത്രമുണ്ടല്ലോ, ഇവിടെ എങ്ങും നിനക്ക് മുള്ളു കാണാൻ പറ്റില്ല. There is no thistles and thorns here, but you are going to have it from today. ഇന്ന് മുതൽ നീ നടന്നു പോകുന്നിടത്ത് മുള്ളുകൾ നിനക്ക് കാണാൻ പറ്റും. കാരണം നിന്റെ ആയുഷ്കാലം മുഴുവനും നിനക്ക് കഷ്ടതയാണ്. One way or other way. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ഈ ഡിസൊബീഡിയൻസ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ മരണത്തെക്കുറിച്ച് കർത്താവ് ഇതുവരെയും സംസാരിച്ചിട്ടില്ല അവനോട്. നീ മരിക്കുവാൻ, നീ എന്നേക്കും ജീവിച്ചിരിക്കുക. ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയും, മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിന് അവൻ ജീവവൃക്ഷത്തിലേക്കുള്ള കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് അവൻ മരിക്കാതിരിക്കേണ്ടതിന്, അത് സംഭവിക്കരുത്. അവന് മരണം ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ വലിയ തിയോളജിക്കൽ സബ്ജക്റ്റാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഒരു മനുഷ്യൻ, ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ മരിക്കുവാൻ വേണ്ടിയല്ല ദൈവം അവരെ സൃഷ്ടിച്ചത്. അവർ ദൈവത്തോടുകൂടി എന്നും ജീവിക്കുവാൻ തക്കവണ്ണമാണ്. അവർ പ്രസവിക്കുവാൻ വേണ്ടി പോലും ആയിരിക്കുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് നമുക്കറിയില്ല. ഇവിടെ നിന്ന് അതെനിക്ക് ഭാവനയിൽ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല ദൈവത്തിൻ്റെ പദ്ധതി. I am so afraid to speak about the secret counsel of God because I don't know the mind of God. ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങളെ പ്രസംഗിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. അവിടത്തേക്ക് എന്തായിരുന്നു പദ്ധതി എന്ന്. പക്ഷെ ഒന്നെനിക്കറിയാം, ദൈവത്തിൻ്റെ പദ്ധതിയെ ആദമും ഹവ്വയും തകർത്ത് കളഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? കഷ്ടതയും ദുഃഖവും വേദനയും പട്ടിണിയും ശാപവും നിരാശയും ഭയവും ഒക്കെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? എവിടെയാണ്? പെയിൻ, ടോയിൽ, ഡെത്ത് എൻഡേർഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആഫ്റ്റർ ദാറ്റ് ഫോൾ. ആ വീഴ്ചയിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് രോഗവും ദുഃഖവും മരണവും കടന്നു വന്നത്. ഹല്ലേലൂയ. സഫറിംഗ് ബിക്കെയിം എ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് ഫ്രം ദെയർ ഓൺ. അന്നു മുതൽ കഷ്ടത മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഞാനൊരു കാര്യം പറയട്ടെ, ആദമനും ഹവ്വയ്ക്കും മക്കളുണ്ടായപ്പോൾ ആ ശാപം ഓട്ടോമാറ്റിക്കലി മക്കളിലേക്ക് വരികയാണ്. അവർക്ക് പിന്നെയും മക്കളുണ്ടായപ്പോൾ വീണ്ടും വരിക. 1-ാം തലമുറ കഴിഞ്ഞു, 2-ാമത്തെ തലമുറ കഴിഞ്ഞു, ഇപ്പോൾ എത്രാമത്തെ തലമുറയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ തലമുറയിലൂടെ ആ ശാപം ഭൂമിയിലേക്ക് വന്ന് ആഡമിക് ആകുന്ന ആ കേസ് ബ്രേക്ക് ചെയ്യുന്ന എവിടെയാണെന്നറിയാമോ? ക്രിസ്തുവില. ഞാൻ അവിടേക്ക് വരാം ഒരു മിനിറ്റിൽ. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16:33, John 16:33, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്കൊരു രോഗമാ വന്നതെങ്കിൽ ഓർത്തുകൊള്ളണമേ, നീ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നിൻ്റെ ശരീരം, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിന്ന് എടുത്തതായതുകൊണ്ട്, ഒരു ഫോളൻ വേൾഡിലായതുകൊണ്ട്, ശാപം നിറഞ്ഞ ഭൂമിയിലായതുകൊണ്ട് നിൻ്റെ ശരീരം വീക്കാണ്. എപ്പോഴും നിൻ്റെ ശരീരം ക്ഷീണിക്കും. അത് നാച്ചുറലാണ്, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ചിന്തിക്കണമേ, നിനക്ക് വരുന്ന രോഗങ്ങളെല്ലാം നിന്റെ കുറ്റം കൊണ്ടാകണമെന്നില്ല. കാരണം നീ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രായം കൂടുന്തോറും ശരീരം ചുരുങ്ങി വരുന്നത്. എന്നാൽ നമ്മുടെ കോശങ്ങളൊക്കെ ഇല്ലാതായി തീരുകയാണ്. ഒരു 35 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റീരിയറേറ്റ് ചെയ്യും. നമ്മൾ തിരിച്ച് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ വളർച്ച നിന്നിട്ട് തിരിച്ചാകാൻ തുടങ്ങും.
നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളൊക്കെ പോകും. അങ്ങനെ നമ്മുടെ ഈ റിങ്കിൾസൊക്കെ വരുന്നതും നമ്മൾ ഷ്രിങ്കാകും, അല്ലേ, ചുരുങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്കറിയാമല്ലോ, ഒരു 90-95 വയസ്സുള്ള ഒരു അപ്പച്ചനെ നോക്കിക്കേ. ആ അപ്പച്ചൻ 35, 38, 40 വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തൊരാളായിരുന്നു, എന്തൊരു ഫിസിക്കായിരുന്നു, എന്ത് ഹാൻസം ആയിരുന്നു. അമ്മച്ചിമാരെ ഒന്ന് നോക്കിക്കേ, ഇപ്പോഴേ 90-95 വയസ്സ് വരെയുള്ള അമ്മച്ചിമാരെ നോക്കിക്കേ, അവരുടെ പഴയ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിക്കേ. എന്തോ പറ്റി, അവരുടെ ജീവൻ ഓരോ ദിവസവും ഇല്ല, ശരീരം ശോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഡീക്കേയിങ്. അത് ശോഷിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്ന് വന്നത്? അവരുടെ ശരീരത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? കാരണം ദേ ആർ ലിവിങ് ഇൻ ദിസ് ഫോളൻ വേൾഡ്. ദൈവം പറഞ്ഞതാണ്. അപ്പോൾ യേശുവിലൂടെ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? ഇപ്പം സംഭവിച്ചത് ശരീരത്തിൻ്റെ വിടുതലല്ല, ആത്മാവിൻ്റെ വിടുതല. കാരണം ദൈവം ശരീരത്തിനല്ല ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത്, ആത്മാവിൻ്റെ വിടുതല ആദ്യത്തെ പ്രാധാന്യം. എന്നാൽ ശരീരത്തിൻ്റെ വിടുതൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം താൻ ഇരിക്കുന്നത് പോലെ അവനെ കാണുകയാൽ നാം അങ്ങനെയായിട്ട്. when the Lord shall appear, we shall be like him. 1 യോഹന്നാൻ 3:3 എഴുതിയിരിക്കുന്നു. അന്ന് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിക്കും. ഈ ശരീരം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലൊക്കെ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഭൗമിക ശരീരം മാറി നമ്മൾ സ്വർഗീയ ശരീരത്തെ പ്രാപിക്കും. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. അതുവരെ ശരീരത്തിൽ രോഗത്തിനും ഈ ഭൂമിയിലുള്ള സകലതിനും സ്വാധീനമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞു, നീ പൊടിയിൽ നിന്ന് എടുത്തതാണ്, നീ പൊടിയിലേക്ക് ചേരും. അപ്പോൾ യേശു കർത്താവിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്താണ് എനിക്ക് സംഭവിച്ചത്? എൻ്റെ രോഗങ്ങൾ ഇല്ലാതാകുകയല്ല, എൻ്റെ ഭാരങ്ങൾ ഇല്ലാതാകുകയല്ല, എൻ്റെ വേദനകൾ ഇല്ലാതാകുകയല്ല. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16:33 പറഞ്ഞതുപോലെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. യേശു പറഞ്ഞില്ല നിങ്ങൾക്ക് കഷ്ടങ്ങളില്ലെന്ന്. നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് കഷ്ടങ്ങളില്ലെന്ന് യേശു എങ്ങും പറഞ്ഞില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതൊക്കെയും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടെന്നാണ്. പക്ഷെ ഞാനതിനെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഈ കഷ്ടങ്ങളുടെ ബലം എൻ്റെ മേലില്ല. ഈ ലോകത്തിലുള്ള മനുഷ്യരെ കഷ്ടത സ്വാധീനിക്കുന്നത് പോലെ, കഷ്ടത തകർക്കുന്നത് പോലെ, കഷ്ടത ഞെരുക്കുന്നത് പോലെ, കഷ്ടത നിരാശപ്പെടുത്തുന്നത് പോലെ ദൈവ പൈതലേ, നിന്നെ കഷ്ടത നിരാശപ്പെടുത്തുന്നില്ല. കാരണം നിന്നിൽ ഒരു പ്രത്യാശ അവൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിലേക്ക് കടന്നു. ഇത് ആരും റോങ് ആയിട്ട് ചിന്തിക്കരുത്. ഈ ആദമിക്കിൻ്റെ പാപം, ആദമിലൂടെ വന്നു കഴിഞ്ഞ ആ ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ യേശുവിലേക്ക് വന്നപ്പോൾ മാറിയെന്ന് ആരും ചിന്തിക്കരുത്. യേശുവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. ആത്മാവിനെ കർത്താവ് വീണ്ടെടുത്തു. ഹല്ലേലൂയ. പക്ഷെ ശരീരം ഇപ്പോഴും ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റിയതിനുമായിരുന്നു? റോങ് തിയോളജി വന്നിരുന്നെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയാമോ? കർത്താവിനെ കണ്ട ഭക്തന്മാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരുന്നതിനുമായിരുന്നു. അങ്ങനെയല്ല. സ്തോത്രം. അപ്പോൾ കഷ്ടങ്ങൾ, ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഈ ആൻസസ്ട്രി കേസ്, ഈ പരമ്പരാഗതമായിട്ടുള്ള ശാപങ്ങൾ മാറുന്നത്, ഈ പരമ്പരാഗതമായിട്ട് എൻ്റെ അപ്പൻ ചെയ്ത പാപങ്ങൾ, എൻ്റെ അമ്മ ചെയ്ത പാപങ്ങൾ, എൻ്റെ വല്യപ്പൻ ചെയ്ത പാപങ്ങൾ, പുറകോട്ട് പോയി ആദം മുതൽ ഇങ്ങോട്ട് വരെയുള്ള പാപങ്ങൾ, ഞാൻ വരെയുള്ള പാപങ്ങൾ എന്നിൽ തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ ശാപത്തിൻ്റെ കെട്ടുകൾ തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. When a person be in Christ, therefore if anyone is in Christ, he is a new creation. The old has gone, the new is here. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായ സകല ശാപങ്ങളും മാറിപ്പോയി. ആദവന് കൊടുത്ത ശാപങ്ങൾ ഈ തലമുറകളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കർത്താവിൽ നിന്ന് വേർപെട്ടു പോയ തലമുറയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു. ഞാൻ കർത്താവിനോട് ചേർന്നു. നിത്യരക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ദൈവ പൈതലായി തീർന്നു. ഈ ഭൂമിയിൽ പിന്നെ എൻ്റെ ശരീരത്തിന് വിടുതൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എടുക്കപ്പെടണം. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടണം. കാരണം ഈ ഭൂമി ഇപ്പോഴും ശാപത്തിലാണ്. കാരണം ഭൂമി ഒരിക്കലും ക്രിസ്തുവിലേക്ക് വന്നില്ല ഇതുവരെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതിനെക്കാട്ടി കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് തക്ക ജ്ഞാനം എനിക്കില്ല. ഇത് ഫോളൻ വേൾഡിൽ സംഭവിച്ചതാണ്. അപ്പം പാപം കൊണ്ടാണ് സഫറിങ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുകയല്ല ചെയ്തത്. നമുക്കൊരു രോഗം വന്നത് നമ്മൾ ആ രോഗത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, നമ്മൾ ആ രോഗത്തെ സ്വീകരിച്ചത് കൊണ്ടല്ല.
നമ്മൾ ഇഷ്ടപ്പെടാതെ തന്നെ രോഗം വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, വഴിതെറ്റി അവർ പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? അവരിലും ആദമിക് നേച്ചർ നിൽക്കുകയാണ്. ആദാമിൻ്റെ മേലുള്ള ശാപം മക്കളുടെ മേലും ഉണ്ട്, അവരുടെ മേലുണ്ട്. അവരാ വഴിയിലേക്ക് പോവുകയാണ്. അവരിന്ന് പിശാചിൻ്റെ അടിമകളാണ്, അല്ലേ? ആദം പിശാചിന് അടിമയായി തീർന്നില്ലേ? ആ അടിമത്വം മാറണമെങ്കിൽ ക്രിസ്തുവിലേക്ക് ഒരാൾ വന്നേ പറ്റൂ. റോമാലേഖനം 11-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മുടെ മക്കൾ ഒരു പക്ഷേ നമ്മൾ ചെയ്ത പോലെ കമ്മിറ്റ്മെന്റ് ക്രിസ്തുവിനോട് ആയിട്ടില്ല, ക്രിസ്തുവിൽ അവരുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. വേണ്ടവണ്ണം അവർ ചിലപ്പോൾ വായും കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ജീവിതം കൊണ്ട്, ഹൃദയം കൊണ്ട് അവർ മാറിയിട്ടില്ലെങ്കിൽ സ്റ്റിൽ ദേ ആർ അണ്ടർ ദ റൂളർഷിപ്പ് ഓഫ് ദ ഡെവിൾ. മറന്നു പോകരുത്. കഴിഞ്ഞ ആഴ്ച കേട്ട മെസ്സേജ് നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. നാരോ വേ, ഇടുങ്ങിയ വാതിലിലൂടെയാണ് ഞാൻ കടന്നെന്ന് പറഞ്ഞിട്ട് വിശാലമായ വഴിയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ, സഹോദര സഹോദരി, വചനം പറയുന്നു നീ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നിട്ടില്ല. കാരണം ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന ഒരു വ്യക്തി പിന്നെ സഞ്ചരിക്കുന്നത് ഇടുങ്ങിയ വഴിയിലൂടെ ആയിരിക്കും. വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ. അപ്പോൾ ഞാൻ ഒരാളുടെ ജീവിതം കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജീവിതം കാണുകയാണ്, ഞാൻ ക്ലെയിം ചെയ്യുകയാണ് ഞാൻ ഇടുങ്ങിയ വഴിയായ ക്രിസ്തു എന്ന വാതിലിലൂടെ അകത്തു വന്ന വ്യക്തിയാണെന്ന് പറയുന്നുവെങ്കിൽ, നിങ്ങൾ എന്നിൽ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം ക്രിസ്തുവിൻ്റെ വഴിയാകുന്ന ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, സഹോദരന്മാരായിക്കൊള്ളട്ടെ, സഹോദരിമാരായിക്കൊള്ളട്ടെ, പ്രീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, പ്രസംഗകരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, റവറൻസ് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വിശാലമായ വഴിയിലൂടെ, ലോകം പോകുന്ന വഴിയിലൂടെയാണ് അവർ നടക്കുന്നതെങ്കിൽ, സഹോദര സഹോദരി, ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇടുങ്ങിയ വഴിയുടെ അടുത്ത് പോലും വന്നിട്ടില്ല. They are not born again. I hope you understand. അപ്പോൾ ഒന്ന്, വീണുപോയ ലോകത്തിലായതുകൊണ്ട് നമ്മൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്നു. ഈ രോഗങ്ങൾ നമ്മളിലേക്ക് വരുന്നു, ഈ ഭാരങ്ങൾ നമ്മളിലേക്ക് വരുന്നു. കാരണം ശരീരവുമായിട്ട് ഈ മണ്ണിനൊരു ബന്ധമുണ്ട്. പക്ഷേ ആത്മാവിനെ തൊടാൻ അവന് പറ്റത്തില്ല. കാരണം എൻ്റെ ആത്മാവിനെ ക്രിസ്തു രക്ഷിച്ചു കഴിഞ്ഞു. എൻ്റെ ശരീരം എത്രമാത്രം ഉണങ്ങിപ്പോയാലും ശരി, എത്രമാത്രം നശിച്ചു പോയാലും ശരി, കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ എൻ്റെ ശരീരം രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അന്നാണ് ശരീരത്തിൻ്റെ വിടുതൽ സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ വിടുതൽ സംഭവിച്ചിരിക്കുന്നത് ദേഹിക്കും ആത്മാവിനുമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി രണ്ടാമത് ഈ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പേഴ്സണൽ കോൺസിക്വൻസസ് ഓഫ് സിൻ. ആദമിൻ്റെ കോൺസിക്വൻസസാണ് നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോൺസിക്വൻസസ്. നമ്മുടെ മനഃപൂർവ്വം പാപം ചെയ്യുക. നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ടി വരും. ദൈവവചനം പറഞ്ഞു. ഇനിയുള്ളത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:7-8. യു റീപ് വാട്ട് യു സോ. വഞ്ചനപ്പെടാതിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി ഡിസീവ്ഡ്. യു റീപ് വാട്ട് യു സോ. വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഡോണ്ട് മോക്ക് അറ്റ് ഗോഡ്. ഡോണ്ട് ബ്ലെയിം ഗോഡ്. അതാ ഇതിന്റെ മീനിങ്. ഡോണ്ട് ബി ഡിസീവ്ഡ്. സഹോദരന്മാരെ, നിങ്ങൾ വെറുതെ വഞ്ചിക്കപ്പെടരുത്. ഇങ്ങനെയാണ് എൻ്റെ അർത്ഥം. നിങ്ങളോടല്ല, ഞാൻ ജനറലി പറയുക. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ വെറുതെ വഞ്ചിക്കപ്പെടരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടത്. ദൈവത്തെ നിങ്ങൾ കളിയാക്കരുത്. ഡോണ്ട് മോക്ക് ഗോഡ്. ദൈവത്തെ കളിയാക്കരുത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ പോയി. വാട്ട് യു റീപ് ദ സെയിം ഷാൽ യു വാട്ട് യു സോ ദ സെയിം ഷാൽ യു റീപ്. നീ എന്ത് വിതയ്ക്കുന്നോ നീ അത് കൊയ്യും. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാതെ, ദൈവത്തോട് മറുതലിച്ച്, ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ വഴികളെ മാറ്റുവാൻ നമുക്ക് തയ്യാറാകാതെ ഈ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് ദാറ്റ്. അതിന് നമുക്ക് ആദമിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഓൾറെഡി കിടപ്പുണ്ട്. പ്ലസ് നമ്മൾ തന്നെ, നമുക്ക് ചോയ്സ് ഉണ്ട് ഇതൊക്കെ വിട്ടുപോകാൻ. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട് ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ. അനുദിന വചനം നമ്മളോട് സംസാരിക്കുന്നു നമ്മുടെ വഴികളെ മാറാൻ. പക്ഷെ നമ്മൾ മത്സരബുദ്ധികളായി നമ്മുടെ വഴികളിൽ തന്നെ പിന്തുടർന്ന് കഴിഞ്ഞാൽ വി ആർ ഇൻവൈറ്റിംഗ് മോർ ട്രബിൾസ്. യെശയ്യാ പ്രവാചന പുസ്തകം 59:2. ഐസയ 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇത് ആദമും ഹവ്വയും അല്ല. This is not talking about Adamic sin. ഇത് ഫോളൻ വേൾഡിനെ കുറിച്ച് പറയുകയല്ല, ദൈവജനത്തോട് പറയുക. നിങ്ങൾ എൻ്റെ ജനമായി തീർന്നു, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തുവാ അകൃത്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ അകൃത്യത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യുകയാണ്. അത് നിങ്ങൾ എന്നെ വീണ്ടും അകറ്റുകയാണ്, എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റുകയാണ്.
ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അനന്യാസ് ആൻഡ് സഫൈറ, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം അനന്യാസിൻ്റെയും സഫീറിൻ്റെയും കഥ. അവരാരായിരുന്നു? വേറെ ക്രിസ്ത്യൻസ്? അവർ ക്രിസ്ത്യൻസ് ആയിരുന്നോ? ക്രിസ്ത്യൻസ് ആയിരുന്നോ അവർ? ഡെഫിനറ്റ്ലി ദേ വേർ ക്രിസ്ത്യൻസ്. ജെറുസലേം സഭയുടെ ഭാഗമായിരുന്നവര്. പക്ഷെ അവർ മരിച്ചു. വൈ? ബിക്കോസ് ഓഫ് ദെയർ റോങ് ഡൂയിങ്. അവരെന്തുകൊണ്ടാണ് മരിച്ചത്? അവർ മരിക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നോ? അവർക്ക് അവസരം ദൈവം കൊടുത്തു. പക്ഷേ they invited trouble, they were invited death into their life. അനന്യാസ് മരിച്ചു. അത് കഴിഞ്ഞ് സഫീറ വന്നു. അനന്യാസിന്റെ ഭാര്യ വന്നപ്പോഴും അപ്പോസ്തലനായ പത്രോസ് ചോദിച്ചു, അവൾക്ക് അവസരം കൊടുത്തു. അവൾക്ക് വേണേ പറയാമായിരുന്നു, അതെ ഞങ്ങൾ തെറ്റാ ചെയ്തത്, ഞങ്ങൾ കപടഭക്തി കാണിച്ചു, എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മരിച്ചു കിടന്നവനെ എഴുതിപ്പിച്ചേനെയുമായിരുന്നു പത്രോസ്. കർത്താവ് എഴുതിപ്പിച്ചേനെയും പത്രോസിലൂടെ. പക്ഷെ അവളും എന്ത് ചെയ്തെന്നറിയാമോ? മറച്ചു വെച്ച് കള്ളത്തരം കാണിച്ചു. സോ ദേ ഇൻവൈറ്റഡ് പ്രോബ്ലംസ്. ഞാൻ എന്താ പറഞ്ഞത്? പേഴ്സണൽ കോൺസിക്വൻസസ് ഓഫ് സിൻ. വ്യക്തിപരമായി നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിൽ. ഇന്ന് അനേക സഭകളിൽ മനുഷ്യൻ നടക്കുന്ന വഴികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടും ദൈവവചനം കേട്ടിട്ടും അവർ അതിനെ ത്യജിച്ച് കളഞ്ഞിട്ട് ഈ വഴികളെ വിട്ടുപോയിട്ട് പ്രമാണങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് അവർ മത്സര ബുദ്ധികളായി ദൈവത്തോട് മത്സരിക്കുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് ദേ വിൽ ബി സ്വേർഡ്? അവര് വെറുതെ ഈസിയായിട്ട് പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കർത്തൃമേശയുടെയൊക്കെ സമയത്ത് ആഴ്ചകളിലൊക്കെ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ലോർഡ്സ് ബോഡി. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ലോർഡ്സ് ബോഡി, കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ വിവേചിക്കാതെ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയെ വിവേചിക്കാതെ, സഹോദരങ്ങളുമായിട്ടുള്ള നിന്റെ ബന്ധത്തെ വിവേചിക്കാതെ നീ ഇത് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അനേകരും എതിർകൊള്ളുന്നു. മനസ്സിലായ സഹോദരങ്ങളെ? ദൈവവചനത്തിന്റെ പ്രമാണമാണ്. നീ കഷ്ടത വിളിച്ചു വരുത്തുകയെ അറിഞ്ഞുകൊണ്ട്, അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുകയെ അറിഞ്ഞുകൊണ്ട്, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞു നീ പിന്നെ ചെയ്യുകയാ. കഴിഞ്ഞ നാളുകളിൽ ഈ മെസ്സേജുകൾ ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല. ഓർമ്മിപ്പിക്കുക, ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ലോർഡ്സ് ബോഡി. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ് ശരീരം എന്ന് എഴുതിയിരിക്കുന്നത്. ആരും മറന്നു പോകരുത്. മലയാളത്തിൽ അത് സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടില്ല, മറ്റെല്ലാ ട്രാൻസ്ലേഷനിലും ഇത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. Sin destroys our inner peace and causes emotional suffering, including depression and anxiety. ഈ പാപം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ സമാധാനം പോവുകയാണ്, നമ്മളെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഇമോഷണലായിട്ട്, വൈകാരികമായിട്ട് നമ്മൾ കഷ്ടം. ശരീരം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടമാണ് വൈകാരികമായി ഇമോഷണലായിട്ടുള്ള സഫറിങ്. ഭയങ്കര വിഷയമാണ് അത് കേട്ടോ. അതാണ് നമ്മളെ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് നമ്മളെ ഡിപ്രഷനിലേക്ക്, നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. ശരീരത്തിന് തളർച്ചയോ രോഗമോ വന്നു കഴിഞ്ഞാൽ ശരീരത്തിനാണ് വരുന്നത് അല്ലേ? പക്ഷെ മറ്റേത് സമ്മർദ്ദങ്ങൾ അങ്ങോട്ട് കൂടും, സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഓർക്കുക, ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയേണ്ട. ഇറ്റ് ഈസ് ദി അതർ വൺ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ദാവീദ് പാപം ചെയ്തു. ദാവീദ് പാപം ചെയ്തിട്ട് ദാവീദ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സാംസ് 32 verses 3 and 4. സങ്കീർത്തനങ്ങൾ 32-ന്റെ 3-4 വാക്യങ്ങളിൽ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഏത്? ഈ പാപം ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ. Before he confessed the sin which he committed with who? Bathsheba. അവൻ ആ ഉള്ളിൽ അത് വെച്ചുകൊണ്ടിരുന്ന ആ രഹസ്യം ഏതാണ്ട് 1 വർഷത്തോളം, ആ രഹസ്യം 1 വർഷത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഇരുന്നപ്പോൾ എന്തു പറ്റിയെന്നറിയാം? അവൻ്റെ സ്വസ്ഥത പോയി, അവൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ മൈ ബോൺസ് വേസ്റ്റഡ് അവേ. കാരണം എന്തെന്നറിയാമോ? അവൻ്റെ ഗിൽറ്റ് turned out to be a heavy burden upon his chest. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ മറന്നു പോകരുത്.
ചില കഷ്ടതകൾ നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്ന കഷ്ടതകൾ. എല്ലാ കഷ്ടതകളും അങ്ങനെയല്ലെന്ന് നമ്മൾ കേട്ടു. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് 20, സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ, ബിക്കോസ് ഓഫ് ഹിസ് ഒബീഡിയൻസ് ഗോഡ് ഫോർബേഡ് ഹിം എൻ്ററിങ് ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. അവൻ്റെ അനുസരണക്കേട് കൊണ്ട് വാഗ്ദത്ത ദേശത്ത് എത്തുവാൻ്റെ കോണം ദൈവം അവനെ അനുവദിച്ചില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അന്നത്തെ ഇസ്രായേലിലെ എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്ത് എത്തണമെന്ന്. അതിലാദ്യം എത്തേണ്ടത് ആരായിരുന്നു? മോശ. പക്ഷെ മോശ എത്തിയോ? എന്തുകൊണ്ട്? അനുസരണക്കേട്. കൽപ്പിക്കാൻ പറഞ്ഞിരുന്നു അവൻ അടിച്ചു. എനിക്ക് സമയമില്ല അവിടേക്ക് പോകാൻ. നമ്പേഴ്സ് 20 നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. സാംസൺ, ശിംഷോന്റെ കഥ നമുക്കറിയാം. ജഡ്ജസ് 16 ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ we know the story of Samson. Repeated disobedience and self-indulgence. ആവർത്തിച്ച് ദൈവത്തോടവൻ അനുസരണക്കേട് കാണിച്ചു. അത് മാത്രമല്ല, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി സെൽഫ് ഇൻഡൾജൻസ് കോസ്ഡ് ഹിം. നമുക്കറിയാം അവസാനം അവൻ കണ്ണുപൊട്ടനായി മാറി. എങ്ങനെ അവൻ്റെ മരണമെന്നൊക്കെ നമുക്കറിയാം. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ജോനയെ കുറിച്ച് അറിയാമല്ലോ. നമ്മൾ പറയും പാവം ജോന. ജോന പാവമൊന്നുമല്ല. ജോന ദൈവം എന്തോ പറഞ്ഞു, അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് പോയി. അവനോട് പറഞ്ഞു എങ്ങോട്ട് പോകാനാ? നിനവേലേക്ക് പോകാൻ. അവൻ എങ്ങോട്ടാ പോയേ? അവൻ പാവം ജോനയൊന്നുമല്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു മത്സ്യം അവനെ വിഴുങ്ങിക്കൊണ്ട് പോയി. നമുക്കറിയാമല്ലോ, വിട്ടിലിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കൂട്ട് എടുത്തുകൊണ്ട് പോയി. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ കരുണ സൂക്ഷിച്ച് അവൻ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്നതിൻ്റെ കൂട്ട് അതിനകത്ത് കിടന്നു. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കി. ഇപ്പം ആർക്കാ സ്വസ്ഥതയില്ലാത്ത? മീനിനാ സ്വസ്ഥതയില്ലാത്ത. ഇവനകത്ത് കയറി കഴിഞ്ഞപ്പോൾ മീനിന് സ്വസ്ഥതയില്ല. ഇതാ ദൈവസഭയ്ക്കകത്ത് ഒരുത്തം വന്ന് മാനസാന്തരമില്ലാത്തവൻ വന്നു കഴിഞ്ഞാൽ യോനായെ വിഴുങ്ങിയ മീനിന് സ്വസ്ഥതയില്ലാത്തതിനോട് സഭയ്ക്ക് സ്വസ്ഥത പിന്നെ കിട്ടത്തില്ല. അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഒരുത്തനോ ഒരു വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആ വീടിന് സ്വസ്ഥതയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ടെംപ്റ്റേഷൻ വരുന്നത്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ആ ഭാഗത്തേക്ക്. പിന്നീട് ഈ സഫറിങ് വരുന്നതിന് വേറൊരു പോയിൻ്റുണ്ട്. ഇന്നുകൊണ്ട് തീരുമാനം തോന്നുന്നില്ലല്ലോ. സാരമില്ലല്ലേ. ഡിസിപ്ലിൻ ആൻഡ് കറക്ഷൻ. പേഴ്സണൽ കോൺസിക്വൻസസ് ഓഫ് സിൻ നമ്മൾ കേട്ടു. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. എന്താണെന്നറിയാമോ? ഡിസിപ്ലിൻ ആൻഡ് കറക്ഷൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കും. എന്തിന്? നമ്മളെ റിഫൈൻ ചെയ്യാൻ വേണ്ടി, നമ്മളെ പൊന്നാക്കി മാറ്റാൻ വേണ്ടി, മഹത്വമേറിയ ശ്രേഷ്ഠമേറിയ പദ്ധതിക്ക് വേണ്ടി, അവിടുന്ന് ആഗ്രഹിക്കുന്ന വണ്ണം ഒരു രൂപത്തിലെത്തിക്കാൻ വേണ്ടി ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം അനുഭവിക്കും. അതാ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. കർത്താവ് താൻ, ഇന്ന് ഞാൻ ഏതായാലും ധൃതി വെച്ച് നിർത്തുന്നില്ല കേട്ടോ. ഇത് മനോഹരമായൊരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ ഒരു അടുത്ത പാർട്ട് 2 നമുക്ക് കേൾക്കാം. മറ്റേ 2ാമത്തെ വിഷയം റൈച്ചസ് സഫറിങ്ങിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ശാന്തമായിട്ട് പറഞ്ഞ് ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. അടുത്ത മെസ്സേജൂടെ പറയുമ്പോൾ അടുത്ത 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് കേൾക്ക്. വി സി ഡിസിപ്ലിൻ ആൻഡ് കറക്ഷൻ. മൂന്നാമത്തെ ഏറിയ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. Because the Lord disciplines the one he loves. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടോ സഹോദര സഹോദരി? ഒരു പക്ഷേ കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നു. എന്തിനാ? നിത്യതയിൽ ശ്രേഷ്ഠമേറിയ ഒരു സ്ഥലം നിനക്ക് വേണ്ടി അവൻ കണ്ടിരിക്കുക. അവിടെ എത്താനുള്ള പരുവത്തിൽ നിന്നെ ആക്കിക്കൊണ്ടിരിക്കുക. ഇച്ചിരി കഷ്ടങ്ങളേ ഉള്ളൂ. പൗലോസ് പറഞ്ഞ പോലെ വരുവാനുള്ള തേജസ് കണ്ടാൽ, മുന്നിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള പ്രതിഫലം കണ്ടാൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ലെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുറങ്ങാതെ വിട്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് എന്നിട്ട് പറയും, മോളെ സാരമില്ല, ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, സാരമില്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് you will get a very good job. Then you can sleep as much as you want. ചില ഭക്തന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ലോകത്തിലല്ലേ ഉറങ്ങാനൊന്നും പറ്റത്തില്ല, അവിടെ പോയി കിടന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട് അങ്ങനെ. ഇവിടെ പറയുക, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ തല്ലാറുണ്ടോ? ഇവിടെ തല്ല് കിട്ടാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. വീട്ടിൽ തല്ല് കൊള്ളാത്തതിൻ്റെയാണ്.
പപ്പയുടെയും മമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ വടി കൊണ്ട് തല്ലണമെന്നുള്ളതല്ല മീൻ ചെയ്യുന്നത്. വായ കൊണ്ട് എന്നാലും നല്ല വഴക്ക് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. പിള്ളേരെ തല്ലുന്നതിന് സൂക്ഷിച്ചോണേ. ഈ നാട്ടിലായതുകൊണ്ട് സോഷ്യൽ വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളാരും ചെന്ന് ആരോടും പറയരുത് പാസ്റ്റങ്ങൾ പറഞ്ഞ് തല്ലിക്കോണമെന്ന്. ഞാൻ ആരോടും തല്ലാനൊന്നും പറഞ്ഞില്ല. തല്ലണമെന്ന് ഞാൻ വടി കൊണ്ടാകണമെന്നില്ല. നമ്മുടെ വാക്കുകൾ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിള്ളേർ ചലിക്കത്തില്ല. ചിലയിടത്ത് വാക്കും പറയേണ്ട, ഒരു നോട്ടം നോക്കിയാൽ മതി. അപ്പൻ അങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം. അമ്മയുടെ ജീവിതമല്ല അങ്ങനെ ആയിരിക്കണം. അല്ലാത്ത നോക്കിക്കഴിഞ്ഞാൽ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന്. ഇവിടെ പറയുക, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും കർത്താവ് തല്ലുന്നു. ഇപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ഒരു ഭക്തയുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് ഓർക്കണം, കർത്താവെ അങ്ങനെ ഒത്തിരി സ്നേഹിക്കുന്നല്ലോ. കാരണം അതുകൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ അനുവദിച്ചതിനകത്തോടൊക്കെ കൊണ്ടുപോകുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 71 വാക്യത്തിൽ പറയുന്നത്, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റി. 66 വാക്യത്തിലാണ് 67 പറയുന്നു, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോഴോ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നു. 71 തോന്നുന്നു, അവിടെ പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഉപകാരമായി. ഇതൊരു ഭക്തന്റെ കഷ്ടതയെ നേരിടുന്ന രീതിയാണ് പറയുന്നത്. ആ നെഞ്ചത്തടിച്ച് ദൈവം എവിടെ പോയി? ദൈവം ഉറങ്ങുവാന്നോ, അതോ ദൈവം ആനുവല്യം എടുത്ത് വീട്ടിൽ പോയിരിക്കുവാന്നോ? ഇതൊന്നും അവൻ ചോദിക്കത്തില്ല. അവനൊന്നാ പറയുന്നത്, അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഉപകാരമായി കർത്താവേ. ഈ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഐ വാസ് ലോസ്റ്റ്, ഞാൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോഴോ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നു. മനസ്സിലായി? ഇതാ കറക്ഷൻ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗരടയന്മാരത്രേ. അതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. അപ്പോൾ പിതാക്കന്മാർ ശിക്ഷിക്കണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലേ? ഞാൻ പ്രൊവർബ്സിലുള്ള വാക്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ സ്വർഗത്തിലെ പിതാവിന്, ആത്മാവിൻ്റെ പിതാവിന്? അപ്പോൾ ആത്മാവിൻ്റെ പിതാവ് നമ്മളെ ശിക്ഷിക്കുമ്പോൾ നമ്മളെ ശിക്ഷ വാങ്ങിക്കണം, സ്വീകരിക്കണം. കാരണം അവനാണ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 2 Samuel chapter 12, 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. 2 Samuel chapter 12 നമുക്കറിയാം, ദാവീദ് കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ട്. ദാവീദിൻ്റെ മകൻ മരിക്കുന്നതായിട്ടൊക്കെ, ബർശേബയോട് ചെയ്ത പാപം മുമ്പേ കേട്ടതുപോലെ. ഹല്ലേലൂയ. ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അവിടെ ദൈവം ചെയ്തത്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്, അതിന് സമയം കിട്ടുന്നില്ല, ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. ഒരു ഡിസിപ്ലിനറി ആക്ഷൻ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അതോടുകൂടിയുണ്ടല്ലോ ദാവീദിൻ്റെ ഹൃദയം തകർന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ അങ്ങ് മരിച്ചാൽ മതി, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. ദൈവം പറഞ്ഞല്ലോ. ദാവീദിൻ്റെ ഹൃദയം അധികമായി ഭാരപ്പെട്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് റിബലാകുകയല്ലായിരുന്നു ചെയ്തത്. ദാവീദ് ഭക്തനായി തീരുകയാണ് ചെയ്തത്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു തൻ്റെ മകൻ മരിക്കുക എന്നുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കൊരിന്ത്യ സഭയെ കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവവചനത്തിൽ. ഞാൻ മുമ്പേ വചനം വായിച്ചെടുത്ത് 1 കൊരിന്ത്യർ 11 നമ്മൾ വായിച്ച ഭാഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ. ശോധന ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടല്ലോ. കൊരിന്ത്യ 1-ാം ലേഖനവും 2-ാം ലേഖനവും ഒക്കെ ഒന്ന് പഠിച്ചു നോക്കി. ശക്തമായ ശാസനയും ഹല്ലേലൂയ മുന്നറിയിപ്പുകളും അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തിന്? ദൈവം ആ ജനത്തെ സ്നേഹിക്കുന്നു, അവരെ നഷ്ടപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നോക്കിയാൽ, റോമാലേഖനം 5-ാം അധ്യായം 3-5, റോമൻസ് 5:3-5. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇവിടെ അർത്ഥം എന്താ പറഞ്ഞറിയുമോ? കഷ്ടതയിലൂടെ ദൈവം വലിയൊരു പദ്ധതി നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോസ്തലനായ പൗലോസ് 2 Corinthians 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? എ തോൺ ഇൻ ദ ഫ്ലഷ്. മുമ്പ് ഞാനത് പറഞ്ഞായിരുന്നു. ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുക. എന്തിനാ? കൊല്ലാൻ വേണ്ടിയാണോ? അല്ല, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുക ദൈവമക്കളെ. ഹല്ലേലൂയ. മനോഹരമായ അടുത്ത സെഷനാണ് റൈച്ചസ് സഫറിങ്. നീതിമാൻ നീതിയിലേക്ക് കടക്കുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടത.
ഇപ്പം നമ്മൾ അനുഭവിച്ച കഷ്ടത എന്തെന്ന് ചോദിച്ചാൽ, പഠിക്കുന്ന കഷ്ടത എന്ന് വെച്ചാൽ പാപവുമായി ബന്ധപ്പെട്ട കഷ്ടതയാണ്. അതിനകത്ത് ആദമിൻ്റെ പാപത്തിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് വന്നപ്പോഴുള്ള കഷ്ടത, അത് കഴിഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളിലൂടെ കൊണ്ടുവരുന്ന കഷ്ടത, മൂന്നാമത് ദൈവം അനുവദിക്കുന്ന കഷ്ടത. എന്തിന്? നമ്മുടെ ടെസ്റ്റിന്, നമ്മുടെ റിഫൈൻമെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കറക്ഷന് വേണ്ടി, നമ്മളെ പണിതെടുക്കുന്നതിന് വേണ്ടി ദൈവം അനുവദിക്കുന്ന അത് കഷ്ടതയാണ് കേട്ടത്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ബാക്കി ഭാഗം കഷ്ടതകളെക്കുറിച്ച് മനസ്സിലാക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിൻ്റെ